ഓപ്പറേഷൻ സിന്ദൂർ എല്ലാം തച്ചു തകർത്തു, ഞങ്ങളുടെ നടുവൊടിച്ചെന്നാണ് ഇപ്പോൾ പാക് ഭീകരർ പറയുന്നത്. അതിപ്പോൾ സത്യമാകുന്ന തരത്തിലാണ് പാക് തീവ്രവാദികൾ പുറത്തു കാണിക്കുന്നത്. 9 തീവ്രവാദ കോട്ടകളും തകർത്തു ഉന്മൂലനം ചെയ്തെടുത്തു നിന്നും വീണ്ടും ഒന്ന് രക്ഷപ്പെടൽ പ്രക്രിയ നോക്കിയാണ് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ്. പട്ടിണി കൊണ്ട് നട്ടം തിരിയുക മാത്രമല്ല, തീവ്രവാദികൾക്ക് കഞ്ഞി കുടിക്കാൻ പോലും മാർഗമില്ലാത്ത അവസ്ഥയെന്നാണ് വരുന്ന വാർത്തകൾ. മാത്രമല്ല, കിട്ടിയ അടിയുടെ ചൂടുള്ളതുകൊണ്ട് എങ്ങനെ ഇനി അടുത്ത ഇന്ത്യക്കിട്ട് പണിയണമെന്നുകൂടി ആലോചിക്കുകയാണ് ഈ തീവ്രവാദികൾ. ഇപ്പോൾ പണം സ്വരൂപിക്കാൻ നെട്ടോട്ടം ഓടുകയാണ്. പുതിയ പദ്ധതിയും തീവ്രവാദികൾ കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഡിജിറ്റൽ ഹവാല വഴി പണം സംഭരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വരുന്നത്. പുതിയ റിക്രൂട്ട്മെന്റിനും ആയുധ സംഭരണത്തിനുമാണ് ഫണ്ടിങ്ങിലൂടെ ഇവർ പണം സംഭരിക്കുന്നതെന്നാണ് സൂചന. രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഈസി പൈസ, സദാപേ പോലുള്ള പാകിസ്ഥാനി ഡിജിറ്റൽ വാലറ്റുകളെ ആധാരമാക്കിയാണ് ഇത്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് മെയ് 7-ന് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടിച്ചപ്പോൾ JEMന്റെ അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ മർക്കസ് സുബ്ഹാനളയും മറ്റ് പരിശീലന കേന്ദ്രങ്ങളായ മർക്കസ് ബിലാൽ, മർക്കസ് അബ്ബാസ്, മഹ്മോന സോയ, സർഗൽ എന്നിവയും നശിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ ഈ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ പാക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാനിലുടനീളം 313 പുതിയ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനായി 391 കോടി പാകിസ്ഥാനി രൂപ സമാഹരിക്കാൻ ജെയ്ഷെ മുഹമ്മദ് ഈസി പൈസ വഴി ഓൺലൈൻ ധനസമാഹരണ ക്യാമ്പയിൻ ആരംഭിച്ചതായിട്ടാണ് രഹസ്യാന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾക്ക് പകരം സംഭാവനകൾ ഇപ്പോൾ മസൂദ് അസ്ഹറിന്റെ കുടുംബാംഗങ്ങൾ നിയന്ത്രിക്കുന്ന ഡിജിറ്റൽ വാലറ്റുകളിലേക്കാണ് പോകുന്നത്. ഫണ്ട് സ്വരൂപിക്കുന്നതിനായിട്ട് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ കേഡർമാരെ സജീവമാക്കിയിട്ടുണ്ട്. രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ JEMുമായി അതിൻ്റെ കമാൻഡർമാരുമായും ബന്ധമുള്ള പ്രോക്സി അക്കൗണ്ടുകളിലൂടെ പോസ്റ്ററുകളും വീഡിയോകളും മസൂദ് അസ്ഹറിൻ്റെ കത്തും പോസ്റ്റ് ചെയ്യപ്പെടുന്നു. JEM 313 മർക്കസുകൾ നിർമ്മിക്കുകയാണെന്നും ഓരോ കേന്ദ്രത്തിനും 1.25 കോടി പാകിസ്ഥാനി രൂപ ആവശ്യമാണെന്നും ഈ അഭ്യർത്ഥനകളിൽ പറയുന്നുണ്ട്. രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ജെയ്ഷെ മുഹമ്മദിന്റെ ധനസമാഹരണ ക്യാമ്പയിൻ നിരവധി വലിയ ഡിജിറ്റൽ വാലറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ജെയ്ഷെ മുഹമ്മദിനെ പല കമാൻഡർമാരും സദാപേ, ഈസി പൈസ വാലറ്റുകൾ വഴിയാണ് പണം സംഭരിക്കുന്നത്. മസൂദ് അസ്ഹറിന്റെ കുടുംബം ഒരേ സമയം 7 മുതൽ 8 ഡിജിറ്റൽ വാലറ്റുകൾ പ്രവർത്തിപ്പിക്കുകയും ഓരോ 3-4 മാസം കൂടുമ്പോഴും അവ മാറ്റി പുതിയ അക്കൗണ്ടുകളിലേക്ക് വലിയ തുകകൾ കൈമാറുകയും ചെയ്യുന്നു. വലിയ തുകകൾ ആദ്യം ഒരു പ്രധാന വാലറ്റിൽ നിക്ഷേപിക്കുകയും പിന്നീട് പണം പിൻവലിക്കുന്നതിനോ കൈമാറ്റങ്ങൾക്കോ വേണ്ടി 10 മുതൽ 15 മറ്റു വാലറ്റുകളിലേക്കും ചെറിയ തുകകളായി വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥ ഫണ്ടിംഗ് ഉറവിടം കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ജെയ്ഷെ മുഹമ്മദ് എല്ലാ മാസവും കുറഞ്ഞത് 30 പുതിയ വാലറ്റുകളെങ്കിലും സജീവമാക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ JEMന്റെ ഫണ്ടിങ്ങിൻ്റെ ഏകദേശം 80% ഈ ഡിജിറ്റൽ വാലറ്റുകളിലൂടെയാണ് ഒഴുകുന്നത്. വർഷം തോറും 80 മുതൽ 90 കോടി രൂപ പാകിസ്ഥാനി രൂപയുടെ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ആയുധങ്ങൾ വാങ്ങാനും പരിശീലന ക്യാമ്പുകൾ നടത്താനും ആശയവിനിമയ സംവിധാനങ്ങൾ നിലനിർത്താനും ആഡംബര കാറുകൾ വാങ്ങാനും മസൂദ് അസ്ഹറിന്റെ കുടുംബത്തിന് പണം നൽകാനും ഈ പണം ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ അതായത് FATF കരിമ്പട്ടികയിൽ നിന്ന് പുറത്തു കടക്കാൻ പാകിസ്ഥാൻ നടപ്പാക്കിയ തന്ത്രം ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ സംരക്ഷിക്കാനായിരുന്നുവെന്നാണ് ഇപ്പോൾ തെളിയുന്നത്. പട്ടികയിൽ നിന്ന് ഒഴിയാൻ 2019 ദേശീയ കർമ്മ പദ്ധതി എന്ന നിലയിലായിരുന്നു ജെയ്ഷെ മുഹമ്മദിനെ പാക് സർക്കാർ സംരക്ഷിച്ചത്. ജെയ്ഷെ മുഹമ്മദിന്റെ മർക്കസുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ജെയ്ഷെ തലവന്മാരായ മസൂദ് അസ്ഹർ, സഹോദരന്മാരായ റൌഫ് അസ്ഹർ, തൽഹ അൽ സൈഫ് എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിരീക്ഷിക്കുകയും പണമിടപാടുകൾ നിരോധിക്കുകയും ചെയ്തുകൊണ്ട് സംഘടനയെ നിയന്ത്രിച്ചതായി പാകിസ്ഥാൻ അവകാശം. 2022 ആയപ്പോഴേക്കും FATF പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഡിജിറ്റൽ ഹവാലയിലൂടെയും വലിയ തോതിൽ ജെയ്ഷെ മുഹമ്മദ് പണം സംഭരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും പണമൊക്കെ കണ്ടെത്തി പുതിയ ട്രെയിനിങ് സ്കൂളുകളൊക്കെ തുടങ്ങട്ടെ. അടുത്തത് ചുട്ട് ചാമ്പലാക്കാൻ ഇന്ത്യൻ ബ്രഹ്മോസ് ഇവിടെ തയ്യാറായി തന്നെ നിൽപ്പുണ്ട്. എത്ര കിട്ടിയാലും പഠിക്കാത്തവന്മാരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്കാണ് പോകേണ്ടത്.